RCC സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. The percentage of minimum reinforcement of the gross reinforcement areas in the slab is. സ്ലാബിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് സ്ലാബിൻ്റെ ഡീറ്റെയിലിംഗ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗിൽ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജും അതുപോലെ തന്നെ മാക്സിമം ഡയമീറ്റർ ഓഫ് ദി സ്ലാബും പിന്നീട് ഒരു ഡേറ്റയും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് സ്പേസിങ് ബിറ്റ്വീൻ ദ മെയിൻ ബാസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബാസ് ഇൻ ദ സ്ലാബ്. അത് വരുന്ന രീതിയിൽ നമുക്കത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദി സ്ലാബാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു. അതായത് മൈൽഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീൽ ബാസ് ആണെന്നുണ്ടെങ്കിൽ 0.15% ഓഫ് ദ ഗ്രോസ് ഏരിയയും അതുപോലെ HYSD ബാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 0.12%. കാരണം അവർക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഏരിയ ഓഫ് സ്റ്റീൽ മതിയാകും. സോ 0.12%. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഏത് ടൈപ്പ് ഓഫ് സ്റ്റീൽ ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ RCC ഈസ് പ്രൊവൈഡഡ് ടു റെസിസ്റ്റ്. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് എന്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ബീമിൽ ഒക്കെ വരുമ്പോഴേക്കും ഷിയർ കാരണം ഡയഗണൽ ക്രാക്സ് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് അനാലിസിസ് നമ്മൾ നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊരു ബീം കൺസിഡർ ചെയ്യുക. ബീമിൻ്റെ ദിസ് ഈസ് ദി ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസിന് താഴെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദെയർ വിൽ ബി ടെൻഷൻ. ഈ ഒരു ടെൻഷൻ കാരണം വിത്ത് ഷിയർ ഉണ്ടാവുന്നു. ഈ ഒരു സെക്ഷനിൽ വരുന്ന ഷിയറും ഈ ടെൻഷൻ്റെയും എഫക്റ്റ് കാരണം ദെയർ വിൽ ബി സം ഡയഗണൽ ക്രാക്സ്. ഇതുപോലെ ഡയഗണൽ ക്രാക്സ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡയഗണൽ ക്രാക്സ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ്, ഇത് മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് എങ്കിൽ ഈ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിന് അലോങ് ആയിട്ട് ഈ ക്രാക്സ് വരാൻ സാധ്യതയുള്ള ഏരിയകൾക്ക് കുറുകെയായിട്ട് ഇതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഇതിനാണ് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റിറപ്സ് എന്നൊക്കെ പറയുന്നത്. സോ ഇത് ഡയഗണൽ ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ക്രാക്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് സിഗ്മ BC ഇൻ M20. M20യിൽ എത്രയാണ് മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ് എന്നാണ്. ദ ഓപ്ഷൻ ഈസ് 7 ആണ് ആൻസർ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു IS കോഡിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ നോക്കുന്നത് what are the permissible stresses in concrete. കോൺക്രീറ്റിൽ വരുമ്പോൾ ഉള്ള പെർമിസിബിൾ സ്ട്രെസ്സസിൻ്റെ വാല്യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് കംപ്രഷൻ്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. കംപ്രഷൻ രണ്ട് രീതിയിൽ വരാം. ഓൾറെഡി നമ്മുടെ ലെക്ചർ സീരീസിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കംപ്രഷൻ രണ്ട് രീതിയിൽ വരാം. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കംപ്രഷൻ, ഡയറക്റ്റ് ആയിട്ടുള്ള കംപ്രഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന കംപ്രഷൻ, ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന കംപ്രഷൻ. രണ്ട് രീതിയിൽ വരാം. അപ്പോൾ രണ്ട് രീതിയിലും രണ്ട് വാല്യൂസ് ഓഫ് സ്ട്രെസ്സസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് ഇൻ ഡയറക്റ്റ് കംപ്രഷൻ, അതിനെ കോൺക്രീറ്റ് കംപ്രഷൻ സിഗ്മ CC എന്ന് ഡിനോട്ട് ചെയ്യാം. നെക്സ്റ്റ് കേസിൽ വരുന്നത് മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് ഇൻ ബെൻഡിങ് കംപ്രഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇൻ ബെൻഡിങ് കംപ്രഷൻ സിഗ്മ CBC എന്ന് പറയാം. അപ്പോൾ IS കോഡിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഫോർ ഡിഫറെൻറ്റ് കോൺക്രീറ്റ് മിക്സ് M15 തൊട്ട് M15 തൊട്ട് M50 വരെയാണ്. അപ്പോൾ M15, M20, M25, M30, M35, M40, ബാക്കി ഇവിടെ ജസ്റ്റ് എഴുതുകയാണ് M45 ആൻഡ് M50. ഇത്രയും മിക്സിന് വേണ്ടിയിട്ടാണ് IS കോഡിൽ വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേൺ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എഴുതാം. ഓരോന്നിൻ്റെ വാല്യൂസ് ഡയറക്റ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് കംപ്രഷനിലുള്ള പെർമിസിബിൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് എത്രയാണെന്ന് നോക്കാം. ഇതിനൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ 1 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. 4 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4, 5, 6, 7 ഇല്ല, 8, 9, 10, 11 and 12. Okay, this is sigma compression
കോൺക്രീറ്റ് ഇൻ ഡയറക്റ്റ് കംപ്രഷൻ സിഗ്മ സി സി. സോ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 7 ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വന്നിട്ട് ബെൻഡിങ് കംപ്രഷനിലുള്ള വാല്യൂസ് നമുക്കൊന്ന് നോക്കാം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 5 കഴിഞ്ഞാൽ വരുന്നത് 7 ആണ്. സോ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇറ്റ് ഈസ് 7 കഴിഞ്ഞ് വരുന്ന എല്ലാം 1.5ൻ്റെ ഡിഫറൻസ് ആണ്. സോ 5, 7, 8.5, 10, 11.5, then 13, M45 വരുമ്പോൾ ഇറ്റ് ഈസ് 14.5 ആൻഡ് ഫൈനലി 16. ഇതൊക്കെയാണ് വാല്യൂസ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 5 കഴിഞ്ഞാൽ 7 ആണ്, ബാക്കി എല്ലാം തന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 1.5 ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് ഇൻ M20. അപ്പോൾ M20 നമുക്ക് നോക്കാം. ദിസ് ഈസ് M20. M20യുടെ കേസിൽ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് ഇറ്റ് ഈസ് 7. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ പെർമിസിബിളായിട്ട് സ്റ്റീലിനും സ്ട്രെസ്സസ് ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിനും ഈൽഡ് വാല്യൂ അത്രയും വരെ പോകുന്നത്, അത്രയും സ്ട്രെസ്സ് വരെ അതിലെത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. എപ്പോഴും ചെയ്യാറുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പെർമിസിബിൾ ആയിട്ടുള്ള വാല്യൂ കോഡിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൈൽഡ് സ്റ്റീൽ ബാസിലെ പെർമിസിബിളാണ് ചോദിച്ചിരിക്കുന്നത്. മൈൽഡ് സ്റ്റീൽ ബാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ FY വാല്യൂ ഇസ് ഈക്വൽ ടു 250 ന്യൂട്ടൺ പെർ mm² ആണ്. അത്രയും വരെ ഒന്നും പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. ഒരു 140 ന്യൂട്ടൺ പെർ mm² എത്തുമ്പോഴേക്കും ആണ് ഇതിൻ്റെ മാക്സിമം അലവബിൾ ആയിട്ടുള്ള ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് മൈൽഡ് സ്റ്റീൽ. Next question, in an under reinforced section of RCC beam, the depth of the neutral axis is, depth of the neutral axis under reinforced section ആണെന്നുണ്ടെങ്കിൽ less than that of the depth of the critical neutral axis ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം there are 3 types of sections, that is based on the percentage of reinforcement that is used in it. under reinforced, over reinforced, അതുപോലെ തന്നെ ബാലൻസ്ഡ്. അപ്പോൾ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനെ നമുക്ക് XU ലിമിറ്റ് എന്ന് പറയാം. അതുപോലെ ആക്ച്വൽ ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് നമുക്ക് കിട്ടുന്നത് ഫോർ എ പ്രോബ്ലം XU ആണെന്ന് പറയാം. ഓക്കെ, ഇഫ് XU ലെസ് ദാൻ XU ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഇഫ് XU ഗ്രേറ്റർ ദാൻ ദ XU ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് section. Okay, it is a balanced section. So under reinforced, over reinforced, അതുപോലെ തന്നെ ബാലൻസ്ഡ് സെക്ഷൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in relation MR equal to QBD² for the beam design, the letter Q represent ചെയ്യുന്നത് moment of resistance factor ആണ്. MR എന്ന് പറയുന്നത് moment of resistance ആണ്. MR അല്ലെങ്കിൽ ചില സമയത്ത് MU ലിമിറ്റ് സ്റ്റേറ്റിൽ വരുമ്പോഴേക്കും ഇതിന് MU ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, WSM വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലും ഇതിന് വാല്യൂസ് ഉണ്ട്, പക്ഷേ നമ്മളത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം അതങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എടുക്കുന്നത് WSMലാണ്. നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് അനുസരിച്ച് MU ലിമിറ്റ് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു B ഇൻറ്റു D². ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ, ഫോം ഓഫ് ഇക്വേഷൻ വരുന്നത്. ഇതിനകത്ത് Qൻ്റെ വാല്യൂസ് ഫോർ ഡിഫറെൻറ്റ് സ്റ്റീൽ ഡിഫറെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കത് എത്രയാണെന്ന് നോക്കാം. ആദ്യമേ 250 FE 250 സ്റ്റീല്, FE 415 സ്റ്റീല്, FE 500 സ്റ്റീല്. FE 250 ആകുമ്പോൾ ഇറ്റ് ഈസ് 0.148 FCKBD² ആണ്. സോറി, BD² എഴുതേണ്ട, കാരണം Qൻ്റെ വാല്യൂ മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. ദാറ്റ് ഈസ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫാക്ടർ മാത്രമേ എഴുതുന്നുള്ളൂ. സോ FE 250 ആണെങ്കിൽ 0.148 FCKയും, അതുപോലെ FE 415 ആണെങ്കിൽ 0.138 FCKയും, FE 500 ആണെന്നുണ്ടെങ്കിൽ ഒരു 0.133 FCKയും ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദി ഡിഫറെൻറ്റ് വാല്യൂസ്. അപ്പോൾ Q റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫാക്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇൻ ആൻ RCC, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഷിയർ സ്ട്രെസ് വിത്ത് ദ മാക്സിമം വാല്യൂ ഓഫ് T ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ B ഇൻറ്റു D ഈസ് കോൾഡ് ആസ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് എ നോമിനൽ ഷിയർ സ്ട്രെസ്. അപ്പോൾ
നമുക്കറിയാം IS കോഡ് അനുസരിച്ച് TV ആണ് നോമിനൽ ഷിയർ സ്ട്രെസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു VU, ദാറ്റ് ഈസ് ദി മാക്സിമം shear force in the section divided by B into small d ആണ്. That is called as a nominal shear stress. In cantilever beam, the compression is developed at a cantilever beam. ഒരു cantilever beam കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു സൈഡ് ഫിക്സ്ഡ് ആയിരിക്കും, ഒരു സൈഡ് വിൽ ബി ഫ്രീ. ഇവിടെ ഒരു ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എവിടെയാണ് കംപ്രഷൻ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു cantilever beam അതിൻ്റെ ബെൻഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ബെൻഡിങ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ, അതായത് ടോപ്പ് പോർഷനിൽ വന്നിട്ട് ടെൻഷനും ബോട്ടം പോർഷനിൽ വന്നിട്ട് കംപ്രഷനും ആണ് വരുന്നത്. സോ ദ കംപ്രഷൻ വിൽ ബി അറ്റ് ദ ബോട്ടം ഓഫ് ദി സെക്ഷൻ. കർട്ടെയിൽമെൻറ്റ് ഓഫ് ദി സ്റ്റീൽ ബാർസ് ഈസ് പോസിബിൾ സിൻസ് ബീം വരുന്ന കേസിൽ എന്തുകൊണ്ടാണ് കർട്ടെയിൻമെൻറ്റ് പോസിബിൾ ആവുന്നത്? അതായത് കുറച്ച് ലെങ്ത് ഓഫ് ദി ലോങ്ങിറ്റ്യൂഡിനൽ ബാർസ് കട്ട് ചെയ്ത് കൊടുക്കുക. അതെന്തുകൊണ്ട് പോസിബിൾ ആവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിയർ ദ എൻഡ്സ്, അതായത് സപ്പോർട്ടിലേക്ക് വരുമ്പോഴേക്കും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കുറഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫുൾ ലെങ്ത്തിൽ ഉള്ള ബാർസ്, ലോങ്ങിറ്റ്യൂഡിനൽ ബാർസ് ഇടേണ്ട ആവശ്യമില്ല. സോ ദ ആൻസർ ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഇസ് മിനിമം അറ്റ് ദ എൻഡ്സ്. അതുകൊണ്ട് എൻഡിൽ വരുമ്പോഴേക്കും നമുക്ക് കർട്ടെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും സ്റ്റീൽ ബാർസ്. A two-way slab is generally provided with when the length of the room സാധാരണ less than twice the width ആകുമ്പോഴാണ് two-way സ്ലാബ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വൺ വേ സ്ലാബ്, സ്ലൂ വേ സ്ലാബിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതായിരുന്നു. ഇതൊരു വൺ വേ സ്ലാബാണ്. ഇത് രണ്ട് ഈ എൻഡിൽ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ദിസ് ഈസ് എ വൺ വേ സ്ലാബ്. ഓക്കെ, ഇതിൻ്റെ ഷോർട്ടർ ലെങ്തിനെ നമ്മൾ LX എന്നും ലോങ്ങർ എൻഡിനെ NY എന്നും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ LY ഡിവൈഡഡ് ബൈ LX അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി റൂം ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ വൺ വേ സ്ലാബ് പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് LY ഡിവൈഡഡ് ബൈ LX ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ വി വിൽ പ്രൊവൈഡ് ടു വേ സ്ലാബ്. ഓക്കെ, ഇതാണ് വൺ വേ സ്ലാബ്, ടു വേ സ്ലാബിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. Next one, the size of the square mesh steel bars provided at the corners of a two-way slab is, answer is LX divided by 5 ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള, ജസ്റ്റ് അസ്യൂം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ലാബ് ആണെന്ന് അസ്യൂം ചെയ്യുക, ടു വേ സ്ലാബ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇതിൻ്റെ താഴെ ഇങ്ങനെ ബീം കൊടുത്തിട്ടുണ്ട്, എല്ലാ പോർഷനിലും വന്നിട്ട് ദെയർ വിൽ ബി ബീം അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആണ്, അതായത് ഇവിടെ നെക്സ്റ്റ് സ്ലാബ് വരുന്നുണ്ട്, ഇവിടെ നെക്സ്റ്റ് സ്ലാബ് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കോർണേഴ്സിൽ ദ ടോർഷൻ വിൽ ബി മാക്സിമം. ബാക്കിയുള്ള ഏരിയ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ടോർഷൻ വളരെ മാക്സിമം ആവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരു സ്ക്വയർ മെഷ്, ഇതിൽ കാണുന്നത് പോലെ എക്സ്ട്രാ ഒരു സ്ക്വയർ മെഷ് പ്രൊവൈഡ് ചെയ്യും. ഈ സ്ക്വയർ മെഷിൻ്റെ സൈസ് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സ്ക്വയർ മെഷിൻ്റെ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും LX, ദാറ്റ് ഈസ് എ ഷോർട്ടർ സ്പാൻ ഡിവൈഡഡ് ബൈ 5 ലെങ്ത് ആയിരിക്കും എപ്പോഴും കൊടുക്കുന്നത്. 4 കോർണേഴ്സ്, സ്ലാബിൻ്റെ 4 കോർണേഴ്സിലും ഇതുപോലെ സ്ക്വയർ മെഷ് കൊടുക്കും. സോ ദാറ്റ് മാക്സിമം കോർണേഴ്സിൽ വരുന്ന ടെൻഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർമിസിബിൾ സ്ട്രെസ് ഇൻ ദ ഡയറക്റ്റ് കംപ്രഷൻ ഇൻ എ RCC കോളം ഫോർ M15 ഈസ്, M15 ആണ് ഡയറക്റ്റ് കംപ്രഷൻ ആണ്. ഡയറക്റ്റ് കംപ്രഷൻ്റെ ആ പാറ്റേൺ നമ്മൾ കണ്ടതാണ്. ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് 4 Nm/mm². സോ 4 Nm/mm² ആണ് ആൻസർ. Next question, the equivalent length of a column which is held in position at the both ends and it is not restrained against a rotation. Rotation against ആയിട്ട് restrain ചെയ്തിട്ടില്ല, പക്ഷേ both ends-ലും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഇതുപോലെ ഒരു കോളം ആണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിഫ്ലക്ഷൻ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. സോ ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, ദാറ്റ് ഈസ് 1L. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് വാല്യൂ ഓഫ് yield സ്ട്രെസ് ഫോർ ദ മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീലിൻ്റെ yield സ്ട്രെസ് നമുക്കറിയാം Fe 250 ആണ്, ദാറ്റ് ഈസ് 250 Nm/mm². പെർമിസിബിൾ സ്ട്രെസ് ഈസ് ഓൾസോ നോൺ ആസ്, പെർമിസിബിൾ സ്ട്രെസ്സിന് പറയുന്ന മറ്റൊരു പേര് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ വർക്കിംഗ് സ്ട്രെസ്. പോയ്സൺസ് റേഷ്യോ ഇസ് ഡിഫൈൻഡ് ആസ്, പോയ്സൺസ് റേഷ്യോയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നെക്സ്റ്റ് വൺ, ദ മോഡുലാർ റേഷ്യോ ഓഫ് M20. മോഡുലാർ റേഷ്യോ ഓഫ് M20, മോഡുലാർ റേഷ്യോ നമുക്കറിയാം ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് modulus of elasticity of the steel to that of the concrete. WSM there is an equation for finding
മോഡുലാർ റേഷ്യോ M is equal to 280 divided by 3 സിഗ്മ CBC ആണ്. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ എത്രത്തോളം ചോദിക്കും എന്നൊന്ന് അറിയില്ല. ഇതൊരു 2010 ആ ഒരു റേഞ്ചിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഓൾമോസ്റ്റ് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്രത്തോളം ചോദിക്കുമെന്ന് അറിയില്ല. സ്റ്റിൽ നമ്മുടെ എക്സാമിനൊക്കെ വന്നിട്ടുള്ളതാണ്, പഠിച്ചിരിക്കുക. അപ്പോൾ സിഗ്മ CBC എന്ന് പറയുന്നത് നമുക്കറിയാം the permissible stress in bending compression in the concrete ആണ്. M20യുടെ കേസിൽ ഇതിൻ്റെ വാല്യൂ വരുന്നത് നമുക്ക് ഓൾറെഡി അറിയാം 7 ആണ്. സോ ഓൺ കാൽക്കുലേഷൻ നമുക്ക് കിട്ടുന്നത് മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് 13.33 ആണെന്നാണ്. The main reinforcement in the cantilever beam is provided. കാൻറ്റിലിവർ ബീമിൻ്റെ സെയിം ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദാറ്റ് ഈസ് എവിടെയാണ് ടെൻഷൻ വരുന്നത് അവിടെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്. സോ ദ ടെൻഷൻ വരുന്നത് ടോപ്പിലാണ്. സോ ടോപ്പിലാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം നമ്പർ ഓഫ് ബാർസ് ഇൻ എ സർക്കുലർ കോളം ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ബാർസ് 6ഉം റെക്ടാങ്കുലർ കോളം ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ബാർസ് 4ഉം ആണ്. The ratio of the effective length of the column to the least radius of gyration ലാസ്റ്റ് ക്ലാസ്സിലും കണ്ടതാണ്. ഇറ്റ് ഈസ് എ സ്ലെൻഡർനെസ് റേഷ്യോ ആണ് ആൻസർ. ലൈവ് ലോഡ് ഓർ ദി ഇമ്പോസ്ഡ് ലോഡ് ഈസ് ടേക്കൺ ആസ് പെർ. ലൈവ് ലോഡ് ഇമ്പോസ്ഡ് ലോഡ് എടുക്കുന്നത് IS 875 അനുസരിച്ചിട്ടാണ്. എർത്ത് വേക്ക് ലോഡ്, വിൻ ലോഡൊക്കെ എത്ര വേണം എന്നുള്ളത് കാര്യങ്ങളെല്ലാം IS 875 ഉള്ളത്. IS code for the practice of plane and RCC is IS 456. The ratio of Young's modulus of the steel to that of the concrete is called as the modular ratio. Minimum grade of concrete used in RCC. RCCയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന minimum grade of concrete is M20. Formwork for the RCC structures are removed after. It is formwork എന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്പെസിഫൈഡ് ആയിട്ട് ഏത് സ്ട്രക്ചറാണ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സോ 14 days കഴിയുമ്പോഴാണ് ഫോം വർക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി കോൺക്രീറ്റ് ഇംപ്രൂവ്സ് വിത്ത്. സാധാരണയായിട്ട് കണ്ടുവരുന്നത് ECയുടെ വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി കോൺക്രീറ്റ് ഏജിനനുസരിച്ച് കൂടുന്നതാണ്. In over reinforced section, the actual depth of the neutral axis is below the critical neutral axis ആണ്. ലാസ്റ്റ് നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു XU ലിമിറ്റാണ് ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത്ത് എന്നുണ്ടെങ്കിൽ XU ആണ് ആക്ച്വൽ ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് എങ്കിൽ XU ഗ്രേറ്റർ ദാൻ ദി XU ലിമിറ്റാണ്. അപ്പോൾ ഒരു സെക്ഷൻ നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു ബീമിൻ്റെ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് XU ലിമിറ്റാണ്. ഓക്കെ, ആക്ച്വൽ ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടി താത്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദി ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഓഫ് ദി സെക്ഷൻ ദാറ്റ് ഈസ് XU. അപ്പോൾ നമുക്ക് മനസ്സിലാവും ദ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഈസ് ബിലോ ദ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ്. സ്റ്റിറപ്പ് ഈസ് യൂസ്ഡ് ടു റെസിസ്റ്റ്. സ്റ്റിറപ്പ് കൊടുക്കുന്നത് ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ് ലാസ്റ്റ് ക്ലാസ്സിലും പഠിച്ചതാണ്. FCR is equal to 0.7 √FCK ആണ്. Next question, target mean strength FCM for the concrete mix design obtained from the characteristic strength FCK and the standard deviation sigma as defined in IS 456-2000. So FCM equal to നമുക്ക് ഓൾറെഡി അറിയാം FCK plus 1.65 into sigma ആണ്. സാഡിൽസ് ആർ യൂസ്ഡ് ടു റെസിസ്റ്റ്. സാഡിൽസ് എപ്പോഴും ലെയേഴ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർ തമ്മിലൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് സ്പേസിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Next question, if D and N are the effective depth and the depth of the neutral axis respectively for a singly reinforced beam, the lever arm of the beam is. Answer വന്നിട്ട് D minus N/3 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് WSMൽ നിന്നാണ്. അപ്പോൾ WSM അതിനുശേഷം നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും കൂടി നമുക്കൊന്ന് നോക്കാം. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് അനുസരിച്ച് ഇപ്പോൾ ഇതൊരു ബീം സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ബീം ആണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് will be something like this. ഇതാണ് ന്യൂട്രൽ ആക്സിസ് ഓഫ് ദി ബീം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലീനിയർ ആയിട്ടാണ് WSMൽ വരുമ്പോൾ സ്ട്രെസ്സിൻ്റെ
ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ലീനിയർ ആകുമ്പോഴേക്കും ദ കംപ്രഷൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളാണ്. ഇവിടെ ടോട്ടൽ ടെൻഷൻ എടുക്കുന്നത് സ്റ്റീലിലാണ്. സോ ടെൻഷൻ്റെ ഭാഗത്ത് വേണം ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. കംപ്രഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് ദിസ് സ്ട്രെസ് ഡയഗ്രാം. ടോട്ടൽ കംപ്രഷൻ വിൽ ബി ദ ഏരിയ ഓഫ് ദി സ്ട്രെസ് ഡയഗ്രാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് സി എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് എ ടോട്ടൽ കംപ്രഷൻ. ഈ ടോട്ടൽ കംപ്രഷൻ എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ 3 വരുന്നത്. കാരണം ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് വരുന്നത് എക്സ് ഡിവൈഡഡ് ബൈ 3 സോ ഇപ്പോൾ എക്സ് ആണ് ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് എങ്കിൽ എക്സ് ഡിവൈഡ് ബൈ 3 ടോട്ടൽ കംപ്രഷൻ ആക്ട് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് WSM. അപ്പോൾ എന്താണ് ഈ ലിവർ ആം എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്രഷൻ ഫെയിലിയറിൻ്റെ സമയത്ത് ഈ ഒരു കംപ്രഷനും ഈ ഒരു ടെൻഷൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും എന്നാണ് അസ്യൂം ചെയ്യുന്നത് അക്കോർഡിംഗ് ടു WSM. അപ്പോൾ ഈ ടെൻഷനും കംപ്രഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ലിവർ ആം എന്ന് പറയും. അപ്പോൾ ലിവർ ആം ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമും കൂടിയുണ്ട് ഡിഫൈൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സ്മോൾ ഡി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി ബീം. എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി ബീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് ഫൈബർ തൊട്ട് ബോട്ടം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെ, അതിനാണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്നും ലിവർ ആം ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം ഡി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 3 ആണ്. ഫിഗറിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഡി മൈനസ് എക്സ് ബൈ 3 ആണ്. ഇനി ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും കൂടി ഒന്ന് പറഞ്ഞേക്കാം. സെയിം ഒരു റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ബീം കൺസിഡർ ചെയ്തു. അതിനകത്ത് ഇതാണ് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. സോ ടെൻഷൻ സ്റ്റീലിൻ്റെ വരുന്നിടത്തായിരിക്കും ടോട്ടൽ ടെൻഷൻ വരുന്നത്. ലിമിറ്റ് സ്റ്റേറ്റിലെ അസംഷൻ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് പോർഷനിൽ വന്നിട്ട് എക്സാക്റ്റ് സ്ട്രെയിറ്റ് ലൈനും സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം വരുന്നത് സ്ട്രെയിറ്റ് ലൈനും പിന്നെ വരുന്നത് ഒരു പാരബോളയുമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ അസംഷൻ. അപ്പോൾ ഓവറോൾ ടോട്ടൽ കംപ്രഷൻ ഇൻ ദിസ് കംപ്രഷൻ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഓവറോൾ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇത് സി. ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബൈ ഡെറിവേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ലെങ്ത് ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഫ്രം ദ ടോപ്പ് ഫൈബർ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് 0.xu ആണ്. കാരണം ലിമിറ്റ് സ്റ്റേറ്റിൽ എല്ലാത്തിലും നമ്മൾ യു വെച്ചിട്ടാണ് അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിൽ യു വെച്ചിട്ടാണ് എല്ലാം ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 0.42xu ഹൈറ്റിൽ ആയിരിക്കും ഫ്രം ദ ടോപ്പ് ഫൈബർ ടോട്ടൽ കംപ്രഷൻ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ലിവർ ആം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് കംപ്രഷനും ടെൻഷനും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. സോ ലിവർ ആം ഇസ് ഈക്വൽ ടു small d is the depth of the effective depth of the beam minus 0.42 into xu ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് ഇരിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.